ഹലോ ഗൈസ്, അനിമെൻഡോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാഗുറ ബച്ചിയുടെ ചാപ്റ്റർ 11 എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഈ കാഗുറ ബച്ചി സീരീസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ട് വളരെ കുറവാണ് ഗൈസ്. പക്ഷേ എന്നിട്ടും ഞാൻ ഡെയിലി വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കാറുണ്ട്. സോ നിങ്ങൾ സ്ഥിരം വ്യൂവേഴ്സ് മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ കോണ്ടന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ എല്ലാവരും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. ഇപ്പോൾ മുറിവുകളിൽ ബാൻഡേഡൊക്കെ ചുറ്റി ചിഹിരോ ഇങ്ങനെ കിടക്കുകയാണ്. അവൻ കണ്ണു തുറക്കുന്നുണ്ട്. ഇപ്പോൾ അവനൊരു ഹോസ്പിറ്റൽ ബെഡിലാണ് കിടക്കുന്നത്. എഴുന്നേറ്റ പാടെ അവൻ ഷാറിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ചിഹിരോ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നു. പുറത്തു നിന്നാണെങ്കിൽ ഷിബെ അസാമിയും കൂടെ കയറി വരുന്നുണ്ട്. ചിഹിരോ ദേ പുനർജനിച്ചു, ഇത് നിന്റെ രണ്ടാമത്തെ ജന്മമാണോടാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഷിബെ അവിടെ കിടന്ന് അലറുകയാണ്. ഒന്ന് ഒച്ച ഉണ്ടാക്കാതിരിക്കാൻ അസാമി ആംഗ്യം കാണിക്കുന്നു. നീ എന്തിനാ ഇപ്പൊ എഴുന്നേറ്റേ? കിടന്നേ, അവിടെ കിടന്ന് ഉറങ്ങിക്കേ എന്ന് ഷിബ ഇങ്ങനെ പറയുന്നുണ്ട്. അസാമി ആണെങ്കിൽ ഇപ്പൊ ചിഹിരോയോട് പറയുന്നുണ്ട്, ഇവൻ കുറച്ച് ഓവറാ, നീ ഒന്ന് ക്ഷമിക്കുക. മിസ്റ്റർ ഷിബ, മിസ്റ്റർ അസാമി, ഞാനിതിപ്പോ എവിടെയാണെന്ന് ചിഹിരോ ചോദിക്കുന്നു. പബ്ലിക് ഹോസ്പിറ്റലിലാണ് ചിഹിരോ ഉള്ളത്. അസാമി ആണെങ്കിൽ പറയുന്നുണ്ട്, കമുനാബി ഹോസ്പിറ്റലിലായിരുന്നെങ്കിൽ ഇവന് കുറച്ചുകൂടി ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടിയേനെ. പക്ഷെ അവിടെ അഡ്മിറ്റ് ചെയ്യാത്തതിന്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുനിഷികെ റോക്കുഹിരെ അത്ര വലിയ താല്പര്യം ഇല്ലാത്ത കുറെ മെമ്പേഴ്സ് കമുനാബിയിലുണ്ട്. സോ ചിഹിരോ പുള്ളിയുടെ മോനാണല്ലോ, അപ്പൊ അതൊരു ഇഷ്യൂ വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ ചിഹിരോ ആണെങ്കിലും എനിക്കതൊക്കെ അറിയാം, പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. ഹിനാവോയും ഷാറു എവിടെയെന്ന് അവൻ ചോദിക്കുന്നു. ഹിനാവോ ജീവനോടെ ഉണ്ട്, ഞാൻ അവൾക്ക് ആപ്പിളൊക്കെ മുറിച്ചു കൊടുത്തായിരുന്നു, അതൊക്കെ കഴിക്കുന്നുണ്ട്, പ്രശ്നമൊന്നും ഇല്ല എന്ന് ഇപ്പൊ ഷിബ പറയുന്നു. ഇപ്പൊ ഈ ഷിബ കൊണ്ട് കൊടുത്ത ആപ്പിളൊന്നും ഹിനാവോയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അവള് ചുമ്മാ മനസ്സില്ലാ മനസ്സോടാണ് അതൊക്കെ തിന്നുന്നത് കാണിച്ചേക്കുന്നത്. പിന്നെ ഷാറിന്റെ കാര്യം, അവള് ജീവനോടെ കാണുമെന്നോ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? എടാ, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് സോജോയുടെ പ്ലാൻ എന്താണെന്ന് ആ സിലിണ്ടർ തലേനെ ചോദ്യം ചെയ്തപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. സോജോയുടെ കയ്യിൽ കുറച്ച് ഡാറ്റൻസെക്കി ഉണ്ട്. അതെന്താണെന്ന് നിനക്ക് അറിയായിരിക്കുമല്ലോ അല്ലേ ചിഹിരോ? അറിയാം, എൻചാന്റഡ് ബ്ലേഡിന്റെ സോഴ്സ് മെറ്റീരിയൽ. സോ ഗൈസ്, അപ്പൊ ഈ ഡാറ്റൻസെക്കി ഉപയോഗിച്ചിട്ടാണ് എൻചാന്റഡ് ബ്ലേഡ്സ് ഉണ്ടാക്കുന്നത്. അപ്പോ സെയ്റ്റൈ യുദ്ധം നടന്ന സമയത്ത് കണ്ടുപിടിച്ച ഒരു പ്രത്യേക തരം മിനറലാണ്, അയിരാണ് ഈ ഡാറ്റൻസെക്കി. 250 കിലോ ഡാറ്റൻസെക്കി മാത്രമേ ഇപ്പൊ ഈ ലോകത്തില് നമ്മുടെ അറിവിൽ ലഭ്യമായിട്ടുള്ളൂ എന്ന് സോജോ അവന്റെ ലാബിൽ നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഈ സോജോയുടെ കയ്യിൽ അതിന്റെ ഒരു ചെറിയ എമൗണ്ട് ഉണ്ട്. ഈ കല്ലിലേക്ക്, അതായത് ഈ ഡാറ്റൻസെക്കിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന സ്പിരിറ്റ് എനർജി ഇരട്ടിക്കും. അതായത് ഒരു മനുഷ്യ ശരീരത്തിൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഒരു കോൺസെൻട്രേറ്റഡ് ഫോമിലേക്ക് അതങ്ങ് മാറും. ഈ സോജോ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്ന അവന്റെ ശിങ്കിടികൾ ചോദിക്കുന്നുണ്ട്, ഇത് തന്നെയല്ലേ എൻചാന്റഡ് ബ്ലേഡിന്റെയും പ്രവർത്തനം? അപ്പോൾ സോജോ പറയുന്നുണ്ട്, അതെ, എൻചാന്റഡ് ബ്ലേഡ്സിന്റെ പ്രവർത്തനവും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഡാറ്റൻസെക്കി ഇങ്ങനെ കല്ലായിട്ടുള്ള ഫോമിൽ ഇരിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഈ ഡാറ്റൻസെക്കിയുടെ പവർ കാരണം ഇരട്ടിച്ച ആ സ്പിരിറ്റ് എനർജി ഉണ്ടല്ലോ, അത് ഈ കല്ലിൽ നിൽക്കില്ല. അത് നേരെ തിരിച്ച് ഇതേ കോൺസെൻട്രേറ്റഡ് ഫോമിൽ ആ മനുഷ്യന്റെ ഉള്ളിലേക്ക് തന്നെ കയറിപ്പോകും. അങ്ങനെ ആ എനർജി താങ്ങാനാകാതെ ദേഹം പൊട്ടിത്തെറിച്ച് ആ മനുഷ്യൻ മരിക്കും. ഈ പവറിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന കാര്യത്തിൽ വിജയിച്ച ഒരേ ഒരാൾ കുനിഷികെ റോക്കുഹിരെയാണ്. അങ്ങേരി കല്ല് വെച്ച് എൻചാന്റഡ് ബ്ലേഡ്സ് ഉണ്ടാക്കി. അത് ഉപയോഗിക്കുന്നവർ എനർജി തിരിച്ചകത്തേക്ക് കയറിപ്പോയി മരിക്കുന്നില്ലല്ലോ. സോ അതെങ്ങനെയോ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള വഴി പുള്ളി കണ്ടുപിടിച്ചു. ഇപ്പൊ അതേ കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ സോജോയും ട്രൈ ചെയ്യുന്നത്. ഇപ്പൊ ആ ലാബിൽ ഇരിക്കുന്ന ആൾ ഇവരുടെ എക്സ്പെരിമെന്റിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയെന്ന് പറയുന്നു. ഇപ്പൊ സോജോ പറയുന്നുണ്ട്, ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പോർഷൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഹോസ്പിറ്റലിലെ ചിഹിരോ ഷിബയോട് ചോദിക്കുന്നുണ്ട്, എന്റെ അച്ഛനെ കൊണ്ട് മാത്രമേ അത് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റൂ, ഇപ്പോൾ ഷാറിനെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം? ഷിബ ആണെങ്കിൽ പറയുന്നുണ്ട്, ഈ ക്യോനാഗി ക്ലാനിലുള്ള ആൾക്കാരുടെ സെല്ലുകളിൽ ഈ ഡാറ്റൻസെക്കിയെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള എന്തോ വഴി ഒളിഞ്ഞു കിടപ്പുണ്ടെന്നാണ് സോജോ കരുതുന്നത്. അതുകൊണ്ടാണ് അവൻ ഷാറിനെ കൊണ്ടുപോയത്. അവളെയും പിന്നെ ഡാറ്റൻസെക്കി ഉപയോഗിച്ച് അവനെന്തോ ഒരു പുതിയ വെപ്പൺ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ എങ്ങനെ? ഇപ്പൊ നമ്മളെ കൂട്ടിൽ കിടക്കുന്ന ഷാറിനെ കാണിക്കുന്നു. അവൾക്ക് കഴിക്കാനായിട്ട് ആ കൂടിനുള്ളിൽ മുമ്പ് ചിഹിര എടുത്ത് അവളൊരു ചാപ്റ്ററിൽ പറഞ്ഞ പോലെ മഷിയായിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരുപാടൊന്നും ഇല്ല. ഇപ്പൊ ആ കൂട് തുറന്ന് ഈ ലാബിലെ ആൾക്കാരകത്തേക്ക് കയറുന്നുണ്ട്. ഇപ്പൊ ഇവരാണെങ്കിൽ പറയുന്നുണ്ട് ഇവളെ തിരിച്ചു കിടത്തിയിട്ട് ആ ഡ്രസ്സ് മാറ്റാനായിട്ട്. കാര്യം ഈ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ഇവളുടെ ദേഹത്തു നിന്നും മസിൽസും ടിഷ്യൂസും ഒക്കെ കീറി മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഏതൊക്കെ മസിൽസ് ആണ് എടുക്കേണ്ടതെന്നുള്ളതിന് ഇവർ കുറെ ലിസ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ യുവന്മാർ ഈ ടിഷ്യൂസ് ഒക്കെ ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പോകുന്നത് സോജോ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ വട്ടൻ. അപ്പോൾ ഇത്രയ്ക്ക് വലിയൊരു ട്രാജഡിയാണ് ഷാറിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും നാൾ അവർക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം അറിയുമ്പോൾ ചിഹിരോ ആകെ വല്ലാണ്ടായി പോകുന്നുണ്ട്. ഇപ്പൊ ഈ ലാബില് ഇവന്മാർക്ക് വേണ്ട മസിൽസ് ഒക്കെ ഇവന്മാർ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ ഷാറിനെ വീണ്ടും തിരിച്ച് ആ കൂട്ടിലേക്ക് അങ്ങ് ഇടും. എന്നിട്ട് ആ ഷാറിന്റെ കളക്ട് ചെയ്ത സെൽസ് ഇവന്മാർ ആ ഡാറ്റൻസെക്കിയുള്ള ചേംബറിലേക്ക് ഇഞ്ചക്ട് ചെയ്യും.
ഈ സോജോയുടെ ശിങ്കിടികളാണെങ്കിൽ ഇപ്പൊ ഇയാളോട് ചോദിക്കുന്നുണ്ട്, ഈ ഷാറിന്റെ മാംസമാണല്ലോ ഈ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അപ്പോൾ അവൾക്ക് കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് വണ്ണം വെപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു എഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജി ആയിരിക്കത്തില്ല എന്ന്. ഇപ്പൊ ഇത് കേട്ടിട്ട് ഈ സോജോ എന്ന് പറയുന്ന നായിന്റെ മോൻ പറയുന്നുണ്ട്, വെറുതെ മണ്ടത്തരം പറയല്ലേ, അതിന്റെ ആവശ്യമൊന്നുമില്ല, അവളുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് തവണ നമ്മൾ ഈ മാംസം ഷേവ് ചെയ്ത് എടുക്കണമെന്നല്ലേ ഉള്ളൂ എന്ന്. ഈ തെണ്ടി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഈ പോയ മസിൽസ് എല്ലാം റീജനറേറ്റ് ആവും, അപ്പൊ ഇനി അവൾക്ക് നല്ല ഫുഡ് കൊടുത്ത് തടി വെപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. ഇപ്പോ ചിഹിരോ ആണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണ്. കാര്യം അവനെ ഷാറ് ഒരുപാട് വിശ്വസിച്ചു, എന്നിട്ടും ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവൻ അവളെ സഹായിക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ അതിന്റെ വിഷമവും ദേഷ്യവും ഒക്കെ ചിഹിരോയ്ക്കുണ്ട്. എന്റെ വാൾ എവിടെയെന്ന് ഇപ്പൊ ചിഹിരോ ചോദിക്കുന്നുണ്ട്. അത് സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്താണുള്ളതെന്ന് അസാമി പറയുന്നു. അതിനിപ്പോ ചിഹിരോ നന്ദി പറയുന്നുണ്ട്. ഷിബ ആണെങ്കിൽ ഇപ്പൊ ചിഹിരോയോട് സോറി പറയുന്നുണ്ട്. കാര്യം ഇവര് സോജോയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, അവൻ കമുനാബിയെ വെട്ടിച്ചിങ്ങനെ പോകും എന്നിവർ ഒരിക്കലും ചിന്തിച്ചില്ല എന്ന് ഷിബ പറയുന്നു. കമുനാബിയുടെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് അസാമി പറയുന്നു. ഇപ്പൊ ഷിബയാണെങ്കിൽ പറയുന്നുണ്ട്, അവനിപ്പോ ബോധം വന്നതല്ലേ ഉള്ളൂ, വെറുതെ അവനെന്തിനാ ഒരുപാട് സ്ട്രെസ് കൊടുക്കുന്നേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്താ പറയാനുള്ളത് പറഞ്ഞോന്ന് ഇപ്പൊ ചിഹിരോ പറയുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ നടന്നേക്കുന്ന സംഭവങ്ങളൊക്കെ കണക്കിലെടുത്ത് ഈ സോജോയെ ഡിഫീറ്റ് ചെയ്യുക എന്നുള്ള പ്ലാന് കുറച്ച് സ്പീഡപ്പ് ആക്കിയിരിക്കുകയാണ് കമുനാബി. അപ്പോൾ സോജോയുടെ കയ്യിലിരിക്കുന്ന ആ ക്ലൗഡ് ഗൗജറിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇവര് ഇപ്പൊ പെട്ടെന്നൊരു സ്പെഷ്യൽ ടീമിനെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതായത് കമുനാബിയിലെ സ്കിൽഡ് ആയിട്ടുള്ള കുറച്ച് പേര്. ഇപ്പോൾ എൻചാന്റഡ് ബ്ലേഡ്സിനെ പറ്റി ചിഹിരോയെക്കാട്ടിലും കൂടുതലായിട്ട് ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ ഈ ടീമിനെ ചിഹിരോ ഒന്ന് മീറ്റ് ചെയ്യണം. കാര്യം ക്ലൗഡ് ഗൗജറിനെ എങ്ങനെ കൗണ്ടർ ചെയ്യണമെന്നുള്ള കാര്യം ചിഹിരോയ്ക്കേ അറിയത്തുള്ളല്ലോ. ചിഹിരോ ആണെങ്കിൽ ഇതിന് ഉത്തരവൊന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അസാമി ആണെങ്കിൽ പറയുന്നുണ്ട്, മറുപടി പറയാൻ നിനക്ക് എന്താണ് ഒരു മടി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, പക്ഷെ നീ ഇവിടെ എന്നെ വിശ്വസിക്കുക. ഇപ്പോൾ ഷിബ ആണെങ്കിലും പറയുന്നുണ്ട്, ഇവര് അസാമിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്രൂ ആണ്, നല്ല ക്രൂ ആണ്, വിശ്വസിക്കാവുന്നൊക്കെ. ഇപ്പോൾ ചിഹിരോ ആണെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവര് പറഞ്ഞ കമുനാബി ടീം ഇപ്പൊ ആശുപത്രിയുടെ ഹോൾവേ കൂടി ഇങ്ങനെ കയറി വരുന്നുണ്ട്. ആ സോജോയെ നേരിട്ട 5 പേര് തന്നെയാണ്. ഇവരുടെ എല്ലാം പേരുകൾ നമുക്കിപ്പോ അറിയില്ല. ഇപ്പൊ ഇതിൽ ആ മാസ്ക് വെച്ചവനാണെങ്കിൽ ഭയങ്കര വിഷയമാണ്. അവൻ ഉച്ചത്തിൽ കിടന്ന് അലറിയിട്ട് അതിന്റെ എക്കോ കേട്ടിട്ട് ആസ്വദിക്കുകയാണ്. അവൻ ചോദിക്കുന്നുണ്ട്, നമ്മൾ ഹോസ്പിറ്റലിലായോണ്ടായിരിക്കും ഈ എക്കോ കേൾക്കുന്നതല്ലേ എന്നൊക്കെ. ഇപ്പോ സോജോയ്ക്ക് നേരെ മുൻപ് ആ ഗെൻസൂയി അറ്റാക്ക് ചെയ്ത ആ പെൺകുട്ടി, പോണിറ്റെയിൽ വെച്ച ആ പെൺകുട്ടിയാണെങ്കിൽ ഇവന്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. കണ്ണാടി വെച്ച ആ പുള്ളി പറയുന്നുണ്ട്, നമ്മൾ ഹോസ്പിറ്റലിലാണ്, ഒന്ന് ഒച്ച ഉണ്ടാക്കാതിരിക്കാൻ. ഇപ്പൊ ഇങ്ങേര് ഇത് പറയുന്നത് നല്ല ഉച്ചത്തിലാണ്. അപ്പോ അടുത്ത് നിൽക്കുന്ന ആ മാസ്ക് വെച്ചവൻ ഇങ്ങേരോട് പറയുന്നുണ്ട്, നമ്മൾ ഹോസ്പിറ്റലിലാണൊന്ന് പതുക്കെ സംസാരിക്കാൻ. മുടി കളറടിച്ച ഒരു പയ്യനാണെങ്കിൽ ഒരു പുച്ഛ എക്സ്പ്രഷൻ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അസാമി ആണെങ്കിൽ ഇപ്പൊ ചിഹിരോയോട് പറയുന്നുണ്ട്, ഇവന്മാര് കുറച്ച് എക്സെൻട്രിക് ആണ്, അതൊന്നും കുഴപ്പമില്ല, ഓക്കെ ആണെന്ന് ചിഹിരോ പറയുന്നു. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാമെന്ന് ഈ ഗ്ലാസ് വെച്ച പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഇപ്പൊ ആ മരിച്ചുപോയ മഡോക്കയെ ഷിബ ചോദ്യം ചെയ്ത സമയത്ത് അവൻ പറഞ്ഞു കൊടുത്ത ആ സോജോയുടെ താവളം, അവിടെ ഈ കമുനാബി ടീം ആണെങ്കിൽ സെർച്ച് ചെയ്തു, പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല, അവിടെ ഫുള്ള് കാലിയായിരുന്നു. അപ്പോൾ സോജോയുടെ പുതിയ ബേസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവരൊരു സെർച്ച് ഓപ്പറേഷൻ തുടങ്ങുകയാണ്. അപ്പോൾ അത് കണ്ടെത്തുന്നത് വരെയുള്ള ഒരു ടൈം കൊണ്ട് സോജോയുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ഇവർക്ക് ഡെവലപ്പ് ചെയ്യണം. അതിനായിട്ട് ഇവർക്ക് ചിഹിരോയുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ ആവശ്യമാണ്. ശരി, ഞാൻ ഇൻഫർമേഷൻ ഒക്കെ തരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്നെയും കൂടെ ഈ ഓപ്പറേഷനിൽ ജോയിൻ ചെയ്യിക്കണം എന്ന് ചിഹിരോ പറയുന്നു. ഇപ്പൊ ഇത് കേട്ടിട്ട് ആ മുടി കളറടിച്ചവനാണെങ്കിൽ ഇങ്ങനെ അമ്പരക്കുന്നുണ്ട്. അവൻ പറയാണ്, എന്ത് മണ്ടത്തരോ നീ പറയുന്നത്, നീ ചിലപ്പോൾ ലെജൻഡറി കുനിഷിക റോക്കുഹിരയുടെ മകനൊക്കെ ആയിരിക്കും, പക്ഷെ അത് കാരണം നിനക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് തരണമെന്ന് പറഞ്ഞാൽ അതൊന്നും പറ്റില്ല. ഇപ്പൊ ആ മാസ്ക് വെച്ചവനാണെങ്കിൽ ചിഹിരോയോട് പറയുന്നുണ്ട്, ഇവൻ പറയുന്നതൊന്നും കാര്യമാക്കണ്ട, ഇവൻ ഒരു പുതിയ പയ്യനാ, നിന്നെ പോലെ കഴിവുള്ള വേറെ പുതിയ പയ്യന്മാരെ കാണുമ്പോൾ ഇവൻ ഇങ്ങനെ ഒരു ചൊറിച്ചിൽ ഉണ്ടാവാറുള്ളതാണെന്ന്. ആ മാസ്ക് വെച്ച ആൾ വീണ്ടും പറയുന്നുണ്ട്, ചിഹിരോയോട് സത്യം പറഞ്ഞാൽ നമ്മൾ നന്ദി പറയണം, സോജോ പബ്ലിക്കിൽ അത്രയും വലിയൊരു അറ്റാക്ക് നടത്തിയിട്ടും ജനങ്ങൾക്കൊന്നും ഒരു പോറലേൽക്കാതെ ചിഹിരോ സംരക്ഷിച്ചു, അത് നമുക്ക് അങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ല എന്ന്. ഇപ്പൊ ആ കണ്ണാടി വെച്ച പുള്ളിയാണെങ്കിലും അത് ശരിയാണെന്ന് പറയുന്നുണ്ട്. ആ മുഖംമൂടി വെച്ചവനാണെങ്കിൽ ആ മുടി കളറടിച്ചവനെ ചുമ്മായിട്ട് വാരുകയാണ്, നീ എന്തിനാണ് ഇടയ്ക്ക് ഇങ്ങനെ ചൊറിയ സ്വഭാവം കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചോണ്ട്. 2 എൻചാന്റഡ് ബ്ലേഡ്സ് വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് ആയിട്ടും ഒരു ജനങ്ങൾക്കും ഒരു ആപത്തും പറ്റിയില്ല എന്ന് കേട്ടിട്ട് ആ പോണിറ്റയിലുള്ള പെൺകുട്ടി അമ്പരക്കുന്നുണ്ട്. നീ ഈ കാര്യം ഇപ്പോഴാണോ അറിയുന്നതെന്ന് ആ ഗ്ലാസ് വെച്ച ആള് ചോദിക്കുന്നുണ്ട്. ഈ പെൺകുട്ടിയാണെങ്കിൽ അപ്പൊ ചോദിക്കുന്നുണ്ട്, നമ്മൾ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു വലിയ ഇടിമിന്നലിന്റെ ഫ്ലാഷ് അവിടെ കണ്ടല്ലോ, അത്രയും മാസീവായിട്ടുള്ള ഒരു അറ്റാക്ക് ആയിട്ടും ആർക്കും എന്തുകൊണ്ട് ഒരു ആപത്തും പറ്റിയില്ല എന്ന്. അത് പിന്നെ ഞാൻ എന്റെ എൻചാന്റഡ് ബ്ലേഡ് ഉപയോഗിച്ച് അവൻ അയച്ച ആ മിന്നലെല്ലാം അബ്സോർബ് ചെയ്തു. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി നീ നിന്റെ സ്വന്തം ജീവൻ ത്യാഗം ചെയ്യാൻ തീരുമാനിച്ചോ? നീ ഒരു ചോരത്തിളപ്പുള്ള മാസ് പയ്യനാണല്ലോടെ. ഇപ്പോ ചിഹിരോ ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ എന്റെ ജീവൻ ത്യാഗം ചെയ്യാൻ നോക്കിയൊന്നുമല്ല. അവന്റെ ആ ഇടിമിന്നൽ കോൺഫിഡൻസോടെ ചിഹിരോ നിന്ന് ഡിഫെൻഡ് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സോജോ ഇപ്പോഴും ആ വാളുമായിട്ട് ഫുള്ള് സിങ്ക് ആയിട്ടില്ല എന്ന് ചിഹിരോയ്ക്ക് മനസ്സിലായി. അവന്റെ ആ അറ്റാക്ക് അത്ര പവർഫുൾ ആയിരിക്കില്ല, അപ്പൊ ചിഹിരോയ്ക്ക് മരണം സംഭവിക്കില്ല എന്നുള്ള കാര്യം അവൻ ഉറപ്പായിരുന്നു. ഇവൻ ആള് കൂളാണല്ലോ എന്നിപ്പോ ആ മുഹമ്മൂടി
വെച്ചവൻ പറയുന്നുണ്ട്. ആ കണ്ണാടിക്കാരനാണെങ്കിൽ പറയുന്നുണ്ട്, അല്ല ഇവൻ ഉള്ളിന്റെ ഉള്ളിൽ ശരിക്കും ചോരത്തിളപ്പുള്ള ഒരു പയ്യൻ തന്നെയാണെന്ന്. ഷിബയാണെങ്കിൽ ചിഹിരോയോട് പറയുന്നുണ്ട്, പക്ഷേ എന്നാലും നിനക്ക് നല്ല സീരിയസ് ആയിട്ടുള്ള പരിക്കുകളാണ് പറ്റിയിരിക്കുന്നത്. ഇടത്തെ കൈക്കൊക്കെ ശരിക്കും പണി കിട്ടിയിട്ടുണ്ട്, മസിലൊക്കെ ചതഞ്ഞു പോയിരിക്കുകയാണ്. ഒരു മാസത്തേക്ക് നിനക്ക് ഒരു പരിപാടിയും ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്ന് ഷിബ പറയുന്നു. ഇങ്ങനൊരു കണ്ടീഷനിൽ ഇവൻ സോജോയുമായിട്ട് കയ്യിലൊരു എൻചാന്റഡ് ബ്ലേഡും പിടിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്തു എന്നുള്ള കാര്യം ആലോചിച്ച് ആ കണ്ണാടി വെച്ച പുള്ളി അമ്പരക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ചിഹിരോ ഈ ഭേദമാകുന്നത് വരെ അത്രയും നാൾ കാത്തിരിക്കാൻ പറ്റില്ല, മിഷൻ വളരെ പെട്ടെന്ന് നടത്തണം. ഉള്ളത് പറഞ്ഞാൽ 5 ദിവസം മുന്നേ തൊട്ടേ, അതായത് ഈ ചിഹിരോ ആശുപത്രിയിലായ ഒരു ടൈം തൊട്ടേ ഇവര് സോജോയുടെ ബേസിനായിട്ടുള്ള തിരച്ചിൽ തുടങ്ങിയതാണെന്ന് ആ മാസ്ക് വെച്ച പുള്ളി പറയുന്നുണ്ട്. എന്താ പറഞ്ഞേ, 5 ദിവസമോ? 5 ദിവസം? ഞാൻ ഈ ആശുപത്രി കിടക്കാൻ തുടങ്ങിയിട്ട് 5 ദിവസമായോ? അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ കിടപ്പിലായ ഇത്രയും ദിവസവും ഷാർ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പൊ ഇതെല്ലാം കൂടി ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിട്ട് ചിഹിരോ പറയുന്നുണ്ട്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ ഒപ്പം മിഷന് വരുന്നുണ്ട്. ഇപ്പൊ ആ കണ്ണാടി വെച്ച ആൾ പറയുന്നുണ്ട്, പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞങ്ങളുടെ മിഷൻ എന്ന് പറയുന്നത് സോജോയെ കൊല്ലുക എന്നുള്ളത് മാത്രമാണ്, ആ കുട്ടിയെ രക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ അസൈൻമെന്റിന്റെ പാർട്ടേ അല്ല എന്ന്. ഇത് കേട്ടിട്ട് ചിഹിരോ ആണെങ്കിൽ ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. ഇപ്പൊ ഈ കണ്ണാടിക്കാരൻ പറയുന്നുണ്ട്, പക്ഷെ നിന്നെ പറ്റി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് നോക്കിയിടത്തോളം നിന്നെ പുറമേ കണ്ട കൂളായിട്ടുള്ള ഒരു പയ്യനായിട്ട് തോന്നുമെങ്കിലും ഉള്ളിൽ ഭയങ്കര ചോരത്തളപ്പുള്ള ഒരു കക്ഷിയാണ് നീ. നിന്നോട് ഇവിടെ അടങ്ങിയിരിക്കാൻ ഞങ്ങൾ പറഞ്ഞാലും നീ അതനുസരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നുഴഞ്ഞു കയറാനായിട്ട് നീ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവുക എന്നുള്ളത് വളരെ അപകടം പിടിച്ചൊരു പണിയാണ്. സോ ഞങ്ങളുടെ മിഷൻ അനുസരിച്ച് ഞങ്ങൾ സോജോയെ കൊല്ലും. ആ സമയത്ത് നീ രഹസ്യമായിട്ട് പോയി ആ കൊച്ചിനെ അങ്ങ് രക്ഷിച്ചു. നിന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയും പിന്നെ നിന്റെ ഈ എടുത്തുചാട്ട സ്വഭാവമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതൊരു കിടിലം പ്ലാനാണ്. ഇപ്പൊ ഇത് കേട്ടിട്ട് ആ പോണിറ്റെയിൽ വെച്ച പെൺകുട്ടിയാണെങ്കിൽ പറയുന്നുണ്ട്, ഇത് ശരിക്കും ഒരു പാതി വെന്ത പ്ലാനാണെന്ന്. ഈ കണ്ണാടി വെച്ച ആളപ്പ ചിഹിരോയോട് ചോദിക്കുന്നുണ്ട്, അപ്പൊ ഇതാണ് പ്ലാൻ, നിനക്ക് സമ്മതമാണോ എന്ന്. ചിഹിരോ ഇപ്പൊ സോജോയെ പറ്റി ആ കൂടിനുള്ളിൽ കിടക്കുന്ന ഷാറിനെ പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എനിക്ക് സമ്മതം, ഐ ആം ഇൻ. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ ചാപ്റ്റർ എൻഡ് ആവുകയാണ്. സോ ഗൈസ്, അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യുക. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.